അധ്യായം 7. ഭക്തി തകർത്ത വജ്ര നായരുടെ ജീവിതം. വജ്ര നായരെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു വിമാനയാത്രയിലാണ്. ദുബായിലേക്കുള്ള യാത്ര. എൻ്റെ അടുത്ത സീറ്റിലിരുന്ന ആ സ്ത്രീയെ ആദ്യം ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ലളിതമെങ്കിലും വില കൂടിയ വസ്ത്രങ്ങൾ, നെറ്റിയിൽ ചെറിയൊരു കുറി, കയ്യിൽ ഒരു ആത്മീയ പുസ്തകം. മുഖത്ത് ശാന്തതയുണ്ടെന്ന് ആദ്യം തോന്നി. പക്ഷേ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, അത് ശാന്തതയായിരുന്നില്ല, ഒരുപാട് കരഞ്ഞു തീർത്ത ഒരാളുടെ നിശബ്ദതയായിരുന്നു. വജ്ര ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച സ്ത്രീയായിരുന്നു. വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ സ്ഥാനത്തിനും വലിയ പ്രാധാന്യം നൽകിയിരുന്ന ഒരു ഉന്നത കുടുംബത്തിലായിരുന്നു ജനനം. 80കളിൽ വിദേശ പഠനം നേടിയ ആൾ അമേരിക്കയിൽ നിന്നും MS-ഉം ഇന്ത്യയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ഉയർന്ന അക്കാഡമിക് യോഗ്യതയും സ്വന്തമാക്കി. നല്ല ബുദ്ധിശക്തിയും ആത്മവിശ്വാസവും ഇംഗ്ലീഷ് ഭാഷയിൽ മികച്ച പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നു വജ്ര. ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം, കാണാനും സുന്ദരി. പഠനം പൂർത്തിയാക്കിയപ്പോൾ തന്നെ ഒരു അമേരിക്കൻ കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലിയും ലഭിച്ചു. അധികം താമസിയാതെ ചെന്നൈയിൽ ജോലി ചെയ്തിരുന്ന ഒരു എഞ്ചിനീയറെ വിവാഹം കഴിച്ചു. രവി വിദ്യാഭ്യാസത്തോടൊപ്പം നല്ല സംസ്കാരവുമുള്ള വ്യക്തിയായിരുന്നു. ശാന്തമായ സ്വഭാവം, കുടുംബത്തെ സ്നേഹിക്കുന്ന ആൾ. വിവാഹത്തിൻ്റെ ആദ്യ വർഷങ്ങൾ മനോഹരമായിരുന്നു. അധികം താമസിയാതെ അവർക്കൊരു മകൻ ജനിച്ചു. വജ്രയ്ക്ക് ലോകം പൂർണ്ണമായതുപോലെ തോന്നി. നല്ല ഭർത്താവ്, സ്നേഹമുള്ള കുഞ്ഞ്, മികച്ച ജോലി, സാമ്പത്തിക സുരക്ഷിതത്വം, സമൂഹത്തിലെ അംഗീകാരം, പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് വിചിത്രമാണ്. എല്ലാം ഉള്ളപ്പോഴും ചിലപ്പോൾ അത് മറ്റെന്തൊക്കെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയിരിക്കെയാണ് വജ്ര ഒരു ആത്മീയ ഗുരുവിനെക്കുറിച്ച് കേൾക്കുന്നത്. ഒരു സുഹൃത്താണ് ആദ്യം പറഞ്ഞത്, ഒരിക്കൽ അദ്ദേഹത്തെ കാണണം. വളരെ വ്യത്യസ്തനായ വ്യക്തിയാണ്. ആദ്യമൊന്നും വജ്രയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ദിവസം കൗതുകത്തിന് അവർ അദ്ദേഹത്തെ കാണാൻ പോയി. ആ കൂടിക്കാഴ്ച അവരുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റി. ഗുരുവിൻ്റെ സംസാര രീതി അവരെ ആകർഷിച്ചു. ജീവിതത്തിൻ്റെ അർത്ഥം, കർമ്മം, ആത്മാവ്, ബന്ധങ്ങളുടെ നശ്വരത, മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം, ഭൗതിക വിജയങ്ങളുടെ പരിമിതി എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ഗുരുവിൻ്റെ പ്രഭാഷണങ്ങൾ വജ്രയെ വല്ലാതെ ആകർഷിച്ചു. ഗുരു സുന്ദരനായിരുന്നു. 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നെങ്കിലും 40കളുടെ ചുറുചുറുക്കുള്ള ഗുരു വജ്രയോടെ വല്ലാത്തൊരു അടുപ്പം കാണിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആരോ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്നവർ പറഞ്ഞപ്പോൾ ഗുരുവിനോട് ആത്മീയതയിൽ കവിഞ്ഞൊരു ബന്ധമുണ്ടായിരുന്നോ എന്ന് എൻ്റെ മനസ്സ് ചോദിച്ചിരുന്നു. വജ്രയെ ഞാൻ തെറ്റു പറയുന്നില്ല. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. സമൂഹത്തിന് ഉത്തരവും മാർഗദർശനവും നൽകാൻ കഴിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ നാം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും ചിലർ മാത്രം മനസ്സിൻ്റെ വിളി അനുസരിച്ച് പ്രവർത്തിക്കും. അവരുടെ അടുപ്പം ആദ്യമൊക്കെ ഫോണിൽ കൂടിയായിരുന്നെങ്കിലും പിന്നീട് അവരുടെ നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ കൂടിക്കൊണ്ടിരുന്നു. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ ദിവസങ്ങൾ നീളുന്ന ആത്മീയ പരിപാടികൾ പങ്കെടുക്കുന്നത് പതിവാക്കി. കുഞ്ഞിനെയും ഭർത്താവിനെയും വേലക്കാരിയെ ഏൽപ്പിച്ച് അവർ ഗുരുവിൻ്റെ പബ്ലിക് പ്രോഗ്രാമുകളുടെ പ്രചാരകയായി. ആദ്യമൊക്കെ ഭർത്താവ് എതിർത്തില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്ഷമ നശിക്കാൻ തുടങ്ങി. എങ്കിലും അയാൾ സംയമനം പാലിച്ചു. വജ്രയുടെ ഗുരുവുമായുള്ള അടുപ്പം കൂടിക്കൊണ്ടിരുന്നു. അവർ മാനസികമായും ശാരീരികവുമായി കൂടുതൽ അടുത്തു. ഇതിനിടെ വജ്രയുടെ കയ്യിൽ നിന്നും ഗുരു വലിയ തുക ആശ്രമം നിർമ്മിക്കാനെന്ന് പറഞ്ഞ് ഭർത്താവ് അറിയാതെ കടമായി വാങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു മാസ്മരിക വലയത്തിൽ പെട്ടെന്ന പോലെ ഗുരുവിൻ്റെ സാമ്പത്തികവും ലൈംഗികവുമായ താല്പര്യങ്ങൾക്ക് അവർ വഴങ്ങിക്കൊണ്ടേയിരുന്നു. അവർ ഗുരുവിന് വേണ്ടി ഗുരുവിനോടൊപ്പവും തനിച്ചും യാത്രകൾ ചെയ്യാൻ തുടങ്ങി. ഇതിനിടെ അവർ കുടുംബമായി യൂറോപ്പിലേക്ക് കുടിയേറാനുള്ള അപേക്ഷ സമർപ്പിച്ചിരുന്നതിന് അനുകൂലമായ തീരുമാനമായി. രവി എല്ലാ അർത്ഥത്തിലും തയ്യാറായി കഴിഞ്ഞിരുന്നുവെങ്കിലും വജ്ര ഒട്ടും തന്നെ തയ്യാറായിരുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? സംസാരം ഏകപക്ഷീയമാകേണ്ട എന്ന് കരുതി മാത്രം ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. ഞാൻ ഗുരുവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. വികാരനിർഭരമായാണ് അവർ അത് പറഞ്ഞത്. ഗുരുവിന് വേണ്ടി എന്തും ത്യജിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു അവർ. എന്നാൽ രവിയും മകനും അവരുടെ യൂറോപ്യൻ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോയി. അവരുടെ ഇടയിൽ സംഘർഷം വർദ്ധിച്ചപ്പോൾ ഗുരുവിൻ്റെ ആത്മീയ ഉപദേശത്തേക്കാൾ അയാളുടെ ശാരീരിക സാമീപ്യവും അവർക്ക് ആശ്വാസമായി. ഒടുവിൽ അവർ ഗുരുവിനോടൊപ്പം താൽക്കാലിക ആശ്രമത്തിൽ താമസമാക്കി. അവർ രവിയോടൊപ്പവും പോകാൻ താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ ക്ഷമ നശിച്ച് അയാൾ പരസ്പര സമ്മതത്തോടു കൂടി ഉള്ള വിവാഹമോചനം ആവശ്യപ്പെട്ടു. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റൊന്നും ചിന്തിക്കാതെ അവർ ആ കടലാസുകളിൽ ഒപ്പിട്ടു. ഭർത്താവും മകനും തന്നെ വിട്ടുപോകുന്നത് അവരെ വേദനിപ്പിച്ചില്ല. അവർ രണ്ടാളും ഇന്ത്യ വിട്ടു പോയതുപോലും വജ്രയുടെ സഹോദരി പറഞ്ഞാണ് പിന്നീട് അവർ അറിയുന്നത്. ക്രമേണ കാര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങി.
ഗുരുവിൻ്റെ സ്വകാര്യ സന്ദർശനം കുറയാൻ തുടങ്ങി. അയാളുടെ തിരക്കുകൾ കൂടിക്കൊണ്ടിരുന്നു. പരിചരിക്കാൻ വിദേശ സുന്ദരികളുടെ വരവായി. അയാൾ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ആരംഭിച്ചു. ഇതിനിടെ വജ്രയുടെ പേരിൽ നഗരമധ്യത്തിലുണ്ടായിരുന്ന കെട്ടിടവും അനുബന്ധ സ്വത്തുക്കളും ലോൺ ആവശ്യത്തിനെന്ന് പറഞ്ഞ് ഗുരു കൈവശപ്പെടുത്തിയിരുന്നു. ഗുരുവിൻ്റെ വരവ് കുറഞ്ഞപ്പോൾ അവർക്ക് നിരാശ തോന്നി തുടങ്ങി. അയാളുടെ സാമീപ്യത്തിനായി അവർ കൊതിച്ചെങ്കിലും അയാളുടെ താല്പര്യം മറ്റ് സ്ത്രീകളിലേക്ക് മാറുന്നത് അവർ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഒടുവിൽ അവർ ഗുരുവിനോട് തൻ്റെ പണം ആവശ്യപ്പെട്ടെങ്കിലും അയാൾ സഹകരിച്ചില്ല. അയാൾ ഒഴിവൊഴികൾ പറയാൻ തുടങ്ങി. അവർ വക്കീൽ മുഖാന്തരം കോടതിയെ സമീപിച്ചു. ഗുരുവിൻ്റെ സ്വാധീനം വലുതായിരുന്നു. താൻ മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന് അയാൾ കോടതിയിൽ വ്യാജരേഖകളുടെ സഹായത്തോട് തെളിയിച്ച് കേസിൽ നിന്ന് തടിയൂരി. അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അല്പം നിർത്തിയ ശേഷം അവർ തുടർന്നു. സർ, എനിക്കെൻ്റെ ഭർത്താവിനെ വെറുപ്പായിരുന്നില്ല. എൻ്റെ മകനെയും ഞാൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അന്ന് എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തിനു വേണ്ടിയാണ് എൻ്റെ കുടുംബം നഷ്ടപ്പെടുത്തിയത് എന്ന് എനിക്കൊന്നും തന്നെ അറിയുന്നില്ല. അവരുടെ ശബ്ദത്തിൽ ഒരു വിറയലുണ്ടായിരുന്നു. മകൻ ഇപ്പോൾ എവിടെയാണ്? ഞാൻ ചോദിച്ചു. വജ്ര ഒരു നിമിഷം മിണ്ടാതിരുന്നു. വിദേശത്താണ്. ബന്ധപ്പെടാറുണ്ടോ? അവർ പുറത്തേക്ക് നോക്കി. മേഘങ്ങൾക്കിടയിലൂടെ വിമാനം പറക്കുകയായിരുന്നു. ഉണ്ട് സർ. പക്ഷേ വാക്കുകൾ മുറിഞ്ഞു. പക്ഷേ ഞാൻ ചോദിച്ചു. അവർ കണ്ണു തുടച്ചു. അവൻ എന്നോട് വളരെ ബഹുമാനത്തോടെ സംസാരിക്കും. ഞാനൊന്നും പറഞ്ഞില്ല. അവർ തുടർന്നു. അതാണ് എനിക്ക് ഏറ്റവും വേദന. എന്തുകൊണ്ട്? അവൻ എന്നോട് ദേഷ്യപ്പെടുന്നില്ല, പരാതിപ്പെടുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. ജന്മദിനത്തിന് ഞാൻ സന്ദേശങ്ങൾ അയക്കും. ഫെസ്റ്റിവലിനും മെസ്സേജുകൾ അയക്കാറുണ്ട്. എല്ലാം വളരെ ഫോർമൽ. കുറച്ചു നേരം കഴിഞ്ഞ് അവർ പറഞ്ഞു. അവൻ എന്നെ വെറുത്തിരുന്നുവെങ്കിൽ പോലും ഞാൻ സഹിക്കുമായിരുന്നു സർ. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഞാൻ വെറും ഒരു പരിചയക്കാരിയായി മാറിയത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ അവർ പറഞ്ഞ ഒരു വാചകം, അത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. സർ, ഞാൻ ദൈവത്തെ അന്വേഷിച്ചാണ് പോയത്. പക്ഷേ ഒരിക്കൽ എൻ്റെ മകൻ എൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഞാൻ നിശബ്ദനായി. അവരും നിശബ്ദയായി. വിമാനത്തിൻ്റെ ജനലിലേക്ക് പുറത്തേക്ക് മേഘങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഭക്തിയാണോ ഈ വിവാഹത്തെ തകർത്തത്? ഇവിടെയാണ് നമുക്ക് വളരെ സൂക്ഷിച്ച് ചിന്തിക്കേണ്ടത്. അല്ല, ഭക്തിയല്ല പ്രശ്നം, പ്രാർത്ഥനയല്ല പ്രശ്നം, ആത്മീയതയുമല്ല പ്രശ്നം. ലോകത്തിലെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് വിശ്വാസവും ആത്മീയതയും കരുത്തും ആശ്വാസവും നൽകുന്ന, പ്രശ്നം പരിഹരിക്കുന്ന ഭക്തി നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ആത്മീയത നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുമ്പോഴാണ്, നമ്മുടെ വിവേചന ബുദ്ധി മറ്റൊരാൾക്ക് പൂർണ്ണമായി കൈമാറുമ്പോഴാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ വേദനയെ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് തള്ളുമ്പോഴാണ് ഒരു വ്യക്തിയോടോ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ ഉള്ള ആശ്രയം തോന്നി തുടങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിലെ മറ്റെല്ലാ ബന്ധങ്ങളെയും വിഴുങ്ങാൻ തുടങ്ങുമ്പോഴാണ് അത് ഭക്തിയാണോ അതോ അന്ധമായ ആശ്രയമാണോ? ആ ചോദ്യം ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടത്. വിവാഹത്തിന് ശേഷവും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം വേണം, തീർച്ചയായും വേണം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ക്ഷേത്രത്തിൽ പോകാം, പള്ളിയിൽ പോകാം, മസ്ജിദിൽ പോകാം, ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാം, ധ്യാനിക്കാം, നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ ആത്മീയത നിങ്ങളെ കൂടുതൽ നല്ല ഭാര്യയോ ഭർത്താവോ ആക്കുന്നുണ്ടോ? കൂടുതൽ കരുണയുള്ള മാതാവോ പിതാവോ ആക്കുന്നുണ്ടോ? കൂടുതൽ ഉത്തരവാദിത്വമുള്ള മനുഷ്യനാക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ ആത്മീയത നിങ്ങളെ വളർത്തുകയാണ്. പക്ഷേ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരെ ചെറുതായി കാണാൻ പഠിപ്പിക്കുന്നുവെങ്കിൽ, അവരുടെ കണ്ണുനീർ അവഗണിക്കാൻ പഠിപ്പിക്കുന്നുവെങ്കിൽ, കുടുംബ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ന്യായീകരണം നൽകുന്നുവെങ്കിൽ, ഒരിക്കൽ ചിന്തിക്കൂ, നിങ്ങൾ അന്വേഷിക്കുന്നത് ആത്മീയത തന്നെയാണോ എന്ന് സ്വയം ചോദിച്ചു നോക്കുക. വിമാനം ദുബായിൽ ഇറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. സീറ്റ് ബെൽറ്റ് സൈൻ തെളിഞ്ഞു. അവർ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, സർ, ജീവിതത്തിൽ ഞാൻ ഒരുപാട് പഠിച്ചു. അമേരിക്കയിൽ പഠിച്ചു, വലിയ ഡിഗ്രികൾ നേടി, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു, വലിയ കമ്പനിയിൽ ജോലി ലഭിച്ചു, ഒരുപാട് ആത്മീയ പ്രഭാഷണങ്ങൾ കേട്ടു. പക്ഷേ അവരെന്നെ നോക്കി, കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരു കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് പഠിക്കാൻ ഞാൻ വൈകിപ്പോയി. എനിക്ക് കിട്ടിയ എല്ലാ ഡിഗ്രികളും എൻ്റെ കരിയർ രക്ഷിച്ചു സാർ. പക്ഷേ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ട ബോധം എനിക്കന്നുണ്ടായിരുന്നില്ല. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസം മാത്രം ജീവിതബോധം നൽകണമെന്നില്ല. ബുദ്ധിശക്തി മാത്രം നല്ല തീരുമാനങ്ങൾ ഉറപ്പാക്കുന്നില്ല. ആത്മീയതയുടെ പേരിൽ പോലും മനുഷ്യന് തൻ്റെ ജീവിതത്തെ മുൻഗണനകൾ തെറ്റിപ്പോകാം. അതുകൊണ്ട് വിവാഹത്തിൽ ഒരു ചോദ്യം ഇടയ്ക്കിടെ ചോദിക്കണം.
എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം, ശ്രദ്ധ, വികാരം നൽകുന്നത് എന്തിനാണ്? ജോലിക്കോ, മൊബൈലിനോ, സുഹൃത്തുക്കൾക്കോ, സോഷ്യൽ മീഡിയയ്ക്കോ, രാഷ്ട്രീയത്തിനോ, മതത്തിനോ, ആത്മീയ ഗുരുവിനോ, അതോ എന്നെ കാത്തിരിക്കുന്ന മനുഷ്യർക്കോ? കാരണം ചിലപ്പോൾ നമ്മൾ ലോകം മുഴുവൻ അന്വേഷിച്ച് നടക്കുന്ന സമാധാനം വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കൈകളിലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന സ്നേഹം വൈകുന്നേരം വാതിൽ തുറക്കുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കുന്ന ജീവിത പങ്കാളിയിലായിരിക്കാം. അത് തിരിച്ചറിയാൻ അവർ നമ്മെ ഉപേക്ഷിച്ച് പോകും വരെ കാത്തിരിക്കരുത്. ഭക്തി മനോഹരമാണ്. വിശ്വാസം മനുഷ്യന് കരുത്താണ്. ആത്മീയത ജീവിതത്തിന് ആഴം നൽകാം. പക്ഷേ യഥാർത്ഥ ആത്മീയത മനുഷ്യനെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിപ്പിക്കുകയല്ല വേണ്ടത്, അവയെ കൂടുതൽ സ്നേഹത്തോടെ നിറവേറ്റാൻ പഠിപ്പിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നതിനായി മനുഷ്യരെ ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്ന് തോന്നുന്ന നിമിഷം ഒരു ചോദ്യം ചോദിക്കൂ: എൻ്റെ ദൈവം എന്നോട് ശരിക്കും അതാണോ ആവശ്യപ്പെടുന്നത്? കാരണം ഒരു ക്ഷേത്രത്തിൽ തെളിയുന്ന വിളക്ക് ഭക്തിയാകാം, ഒരു പ്രാർത്ഥന ഭക്തിയാകാം, ഒരു ധ്യാനം ഭക്തിയാകാം. പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് അവൻ്റെ കഥ കേൾക്കുന്നതും സ്നേഹമാണ്. ക്ഷീണിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയുടെ കൈ പിടിക്കുന്നതും സ്നേഹമാണ്. കുടുംബത്തിന് സമയം നൽകുന്നതും സ്നേഹമാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിപ്പോകാതെ അവ നിറവേറ്റുന്നതും സ്നേഹമാണ്. ഒരുപക്ഷെ അതും ഒരു പ്രാർത്ഥന തന്നെ ആയിരിക്കാം. അതുകൊണ്ട് വീണ്ടും ചോദിക്കട്ടെ, വിവാഹം അത് വേണോ? വേണമെന്ന് തീരുമാനിച്ചാൽ ജീവിത പങ്കാളിയെ സ്നേഹിക്കുക മാത്രം പോരാ, നിങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു വിശ്വാസത്തിനും വ്യക്തിക്കും ആശയത്തിനും ആസക്തിക്കും നിങ്ങളുടെ കുടുംബത്തെ പതുക്കെ നിങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കുക. കാരണം ചില നഷ്ടങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും തിരികെ നേടാൻ കഴിയാത്തത്ര ദൂരത്തായിരിക്കും.